ഹലോ ആ ആ ചന്ദ്രല്ലേ? ആ ചന്ദ്രു ആ എന്ന് മനസ്സിലായോ? ഇത് എന്താ ഈ വേറെ നമ്പറിൽ നിന്നൊക്കെ വിളിക്കണേ? ഏത് നമ്പർ? ആര്? ഇതാരാ ഇത്? ഞാൻ പാച്ച വില്ലുമോന്റെ. ആ ആ ആ പാച്ചു പറ. ഇതേ സെയിം സൗണ്ട് ഉള്ള ഒരാളെ എനിക്കറിയാം. അതെന്താ അതൊക്കെ ഇങ്ങനെ കള്ളന്മാരാ ചന്ദ്രു അറിയാൻ പറ്റും. ആ രസമുള്ള എത്ര പേരുണ്ട്. സത്യം പറ പാച്ചു, എന്ത് പറ്റി? എന്ത് വിളിച്ചേ? ചന്ദ്രു എന്നെ വില്ലുമോ ഇന്റർവ്യൂവിന് വിടുന്നില്ല. ആ പറയോ വിടാൻ? ഓ പിന്നെന്ത് പറയാല്ലേ, വില്ലുമോടെ ഉണ്ട്. വില്ലുമോ നിങ്ങളുടെ ഗ്യാങ് ഹൗസിലുണ്ട്. ആ ഞാൻ പറയാം വില്ലുമോട് ഇപ്പൊ തന്നെ പറയണേ. എന്നെ ഇന്റർവ്യൂവിന് വിടാൻ പറയണേ ഒറ്റയ്ക്ക്. ആ പറയാം ഇപ്പൊ പറയാം. എടാ അതെ യാ വില്ലുമോന്റെ ഗേൾഫ്രണ്ട് വിളിച്ചായിരുന്നേ. വില്ലുമോന്റെ വില്ലുമോനെ വില്ലുമോനെ അലീന ഇങ്ങോട്ടൊന്ന് അലീന ഇങ്ങോട്ടൊന്ന്. അലീനെ വിളിച്ചത് അലീനെ വിളിച്ചത് സംസാരിച്ചിട്ട് പോരാത്. അലീനെ വിളിച്ചോ അലീന കേട്ടോ. അതെ ഈ വില്ലുമോന്റെ ഗേൾഫ്രണ്ട് വിളിച്ചായിരുന്നേ. ഈ വില്ലുമോൻ ആളെ എന്തോ ഇന്റർവ്യൂ എന്തോ വിടുന്നില്ല എന്ന് പറഞ്ഞ് ഭയങ്കര കർക്കശമായിട്ട് നിൽക്കുവാന്ന് വില്ലുമോൻ. അപ്പൊ ഞാൻ ഒന്ന് സംസാരിക്കാന്ന് വെച്ചു. വില്ലുമോട് സംസാരിക്കണം. എന്താ അലീനക്ക് തോന്നുന്നേ? അല്ല ഞാൻ പറയുമ്പോ മാറ്റണോ? മീൻസ് ഞാൻ ഒരു ചേട്ടനാണല്ലോ. അപ്പൊ ഞാൻ പറയുമ്പോ ചിലപ്പോ കുറച്ച് കാര്യം എടുത്താലോ. വില്ലുമോനെ എവിടെ ഉണ്ട്? എടാ ഇങ്ങോട്ട് വരുവോ? മാർക്കിയ വാസം 2.0 പോണു. വില്ലുമോനെ ഹലോ. എടാ പാച്ചൂസ് വിളിച്ചിട്ടേ. എവിടെയാ കണ്ടൂടാ? എടാ പാച്ചൂസിനെ എന്തേലും ഇന്റർവ്യൂ എന്തേലും എനിക്കറിഞ്ഞൂടാ. ആണോ? അപ്പൊ നീ എന്തോ ഇന്റർവ്യൂവിന് പോട്ടാന്ന് വെച്ചപ്പോ ഞാൻ അവിടെ നിക്കായിരുന്നു. അവിടെ നിക്കണ ഇവള് നീലിനൊക്കെ വിളിച്ച് ഇവനൊന്ന് മാറ്റുവോ, ഇവനൊന്ന് ഇവിടെ കൊണ്ടുപോകാൻ പറയേണ്ട ആവശ്യം എന്താ? എന്തിനാണ്? നിന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞ? അവൾക്ക് എവിടേക്ക് പോണം. അപ്പൊ എന്നെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പൊ അതിന്റെ പറയേണ്ട ആവശ്യം ഇത് ഞാൻ കേട്ട്. അപ്പൊ ഇങ്ങനെ പറയുന്നുള്ള അടുത്ത് ഞാൻ എന്താ പറയണ്ട? ഞാൻ പറഞ്ഞു ഇന്റർവ്യൂ പോകണ്ടെന്ന് പറഞ്ഞു. അല്ല ഒരു അല്ല ചന്ദ്രു ചേച്ചി ഇവൾക്ക് എന്റെ ആദ്യമേ പറയാറുന്നല്ലോ ഇന്റർവ്യൂ ഉണ്ട്. എന്താ പറയാ കാര്യം ഉണ്ടായിരുന്നപ്പോ ഞാനും പറഞ്ഞു. അവരുടെ മൈൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് ആണല്ലോ. എന്ത് പറയണ്ട കണ്ണാപ്പിന് അങ്ങനെ ഇവിടെ കുത്തി നോക്കിയാൽ ഞാൻ സമ്മതിക്കില്ല. ആരെ ഫ്രണ്ടിൽ വെച്ച് ഞാൻ ഇവിടെ നിൽക്കുമ്പോ സമ്മതിക്കൂല. അലീനെ ഇപ്പൊ വന്നിട്ട് പറയുന്നത് അലീനിക്ക് ഇന്റർവ്യൂ ഉണ്ടെന്ന് ചോദിക്കാം. ചന്ദ്രന്റെ അടുത്ത് പറയാണ്ട് ഇപ്പൊ നമ്മുടെ അടുത്ത് പറയാ. അല്ല എന്ത് ഇന്റർവ്യൂ ഈ സെയിം സാധനം എന്ന് വെച്ചാൽ അലീന ഇപ്പൊ നമ്മുടെ ഇപ്പൊ രായണിനെ എന്റെ വിളിച്ചത് ചന്ദ്രനെ ഇവിടെ നിന്ന് മാറ്റി എനിക്കൊരു വേറെ സ്ഥലത്ത് പോകണം. അല്ല ഞാൻ ചോദിക്കണ വില്ലുമോനെ ഇത് നമുക്കറിയാത്ത ഒരു കാര്യം ഉണ്ടെന്നല്ലേ? എന്ത് ഇന്റർവ്യൂ? എനിക്കറിഞ്ഞു. അവൾക്ക് പള്ളിയിൽ നിന്ന് പറഞ്ഞത് പള്ളികൾ പാട്ട് പാടാൻ
കുമ്പസരിക്കാൻ പോയെ മോനെ നല്ല പള്ളിയില് ദൈവഭയമുള്ള ഒരു കുട്ടീനെ കിട്ടിയില്ലേ? ദൈവഭയമുള്ള കുട്ടീനെ കിട്ടിയില്ലേന്ന്. ഇല്ല എനിക്ക് ഉറപ്പില്ല. എനിക്ക് ഞാൻ പണ്ടത്തെ മാതിരി ഞാൻ അടിഞ്ഞാട്ടം നടക്കാൻ പോവാ. ഞാൻ പണ്ട് ലെഫ്റ്റിൽ റൈറ്റിൽ ഞാൻ എത്ര ബസ് ഞാൻ അങ്ങനെ നടക്കുമ്പോ ആനയില്ല നിന്റെ അച്ഛനെ കൊണ്ട് നടക്കുന്നുണ്ട്. ഞാൻ എന്റെ ജോർജ് കുട്ടിയില്ല ജോസ് ഒരു സാധനം വെച്ച് അവനെ നടന്നു. ജോലിക്ക് പോകുന്നുണ്ടോ? പള്ളിയില് സിസ്റ്ററായിട്ട് വല്ലതും പോകുന്നുണ്ടോ? അങ്ങനെ നടക്കണ്ടേ എനിക്കറിയത്തൊന്നുമില്ല. മദറല്ലേ പള്ളിയില് മദറല്ലേ ഉള്ളേ? ഒന്നായിരിക്കും. എന്തായാലും അത് ഓക്കെ മനസ്സിലായി. നിന്റെ കാര്യം മനസ്സിലായി. ഞാൻ അത് നോക്കാം. എടാ എന്താണേലും നീ ആ തീരുമാനം എടുക്കണ്ട. നീ വേറെ ആരോടത്തും ചോദിച്ചിട്ടല്ലേ എടുക്കണ്ടേ? നിങ്ങളുടെ ലൈഫ് നിങ്ങൾ തീരുമാനം എടുക്കും. അത്രേ നീ എന്തിനാ മൂട്ടിട്ട് കൊടുക്കണം? അവര് തീരുമാനം എടുത്തോളും. നീ അങ്ങ് അധികം തീരുമാനം എടുക്കട്ടെ. അതല്ലേ ഞാനും പറഞ്ഞല്ലോ. അങ്ങനെന്താ ചന്ദ്രന് ഈ കൂട്ടത്തിന്റെ അടുത്ത് എന്തോ ഒരു കൂട്ടം സിസ്റ്റർമാരൊക്കെ മുമ്പിച്ചെന്നൊക്കെ അറിഞ്ഞായിരുന്നല്ലോ. എന്താ അത് പറയാനാണെങ്കിൽ വലിയ കൊറേ എടാ അതെ ഞാനേ എന്റെ അരിയിൽ എപ്പോഴും തോക്കുണ്ടാവും. മനസ്സിലായില്ലേ? എന്നെ അങ്ങനെ ആർക്കും ചുമ്മാ കൊണ്ട് പറ്റിക്കാതെ പറ്റില്ല. രായാലും എന്നെയും തട്ടിക്കൊണ്ട് പോയതാ. നമ്മൾ അപ്പൊ തന്നെ കണ്ണെടുത്ത് അപ്പൊ തന്നെ കത്തി ഊരി വീശിയില്ലേ നമ്മള്. ഞാൻ കേട്ടിട്ട് ചന്ദ്രനെ കൊണ്ടുപോയി പാട്ടൊക്കെ പാടിപ്പിച്ച് എന്തൊക്കെയാ പറഞ്ഞിപ്പിച്ച് എന്തൊക്കെയുണ്ടായിരുന്നു. അപ്പൊ തന്നെ നമ്മള് ഊരി വീശിയില്ലേ. എന്റെ കഴുത്തിലാണ്ടാ കത്തി വെച്ച. അപ്പം എന്റെ കഴുത്തില് കത്തി വെച്ചപ്പോ ചന്ദ്രനെ ചെയ്യേണ്ടി വന്ന. അവൻ എന്റെ ഒത്ത സുഹൃത്തല്ലടാ. എന്ത് ചെയ്ത്? എന്റെ കഴുത്തില് കത്തി വെച്ച്. അത്രേ ഉള്ളു. ഹലോ പാച്ചൂസേ, എനിക്ക് അധികം അവനടുത്തൊന്നും പറയാൻ പറ്റത്തില്ല. അവന് എന്തോ കുറച്ച് വിഷമമായിട്ടുള്ള എന്തോ കാര്യം ഉണ്ടായെന്നാ പറയുന്നേ. ഇന്റർവ്യൂ അത് മനസ്സിലായി. പക്ഷെ എന്തോ അവന് നീലൊക്കെ നിന്നപ്പോഴത്തേക്ക് എന്തോ പാച്ചൂസ് എന്തോ അവൻ്റെ അടുത്ത് അവൻ ഇഷ്ടപ്പെടാത്ത രീതിയിൽ പെരുമാറിയെന്നോ അവനത് ഇഷ്ടപ്പെട്ടില്ലെന്നോ. അപ്പൊ അതുകൊണ്ട് അവനങ്ങ് ചന്ദ്ര അത് പിന്നെ എന്നോട് ജോലിക്ക് പോലെന്ന് പറഞ്ഞു. അപ്പൊ അതവന് വിഷമാവോന്ന് വെച്ചിട്ടാ ഞാൻ കിട്ടിക്കഴിഞ്ഞ് പറയാൻ ശ്രമിക്കുന്നേ. സമ്മതിച്ചില്ല. പറഞ്ഞു. എന്തിന്റർവ്യൂ? ഒരു പാട്ട് ടീച്ചറായിട്ടാ? പാട്ട് പാടോ? ചെറുതായിട്ട് ഒന്ന് പാടി നോക്കട്ടെ. അവന്റെ പള്ളിയിലൊക്കെ കോറസ് പാടാൻ വേണ്ടി അങ്ങനെ ഓ കോറസാ. ഓക്കെ ഓക്കെ. ഹലോ ചന്ദ്രു. വലിയ വലുത് പറയാൻ ആരാ വിളിക്കുന്നത്? ആ കുട്ടിയാ നിന്റെ പാച്ചൂസ്. ഒന്ന് വിളിച്ചേ. അല്ല എന്നെ വിളിച്ചിട്ട് പറയാൻ പറഞ്ഞു അവൻ്റെ അടുത്ത്. അപ്പൊ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ എന്തായെന്ന് നോക്കിയാ വിളിച്ചേ. അപ്പൊ ഞാൻ പറഞ്ഞു വിളിക്കാൻ. എന്താ 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 മിണ്ടല്ലേ അതിന്റെ ഇടയ്ക്ക് ദർശനൊക്കെ വിളിക്കുന്നുണ്ട്. ഇത് എല്ലാരും കൂടി ഞാൻ ഹലോ എന്റെ ഫോണിന്റെ ചാർജ് നിന്നപ്പോ ഞാൻ വേറെ ഫോണിൽ നിന്ന് വിളിച്ചേ. നീ ഇപ്പൊ എവിടെ? ഞാന് ടീഡിയത്തിന്റെ അവിടെ ആരും ഇരിക്കുന്നില്ലേ? അല്ല ഗൺ പവർ ഒക്കെ സെറ്റ് ചെയ്യണ്ടേ? എന്തിന്? എന്നെ കൊണ്ടുപോയി കഴിഞ്ഞാൽ സെൽഫ് ഡിഫെൻസിന്. നീ മുതുക്കുന്നില്ല? ഇപ്പൊ മുതുക്ക് വരാൻ ഇപ്പൊ വരണം 65. ഇന്റർവ്യൂ പോണ്ട. എന്തിന് ഇന്റർവ്യൂവിന് പോണ്ട. ദർശന. ഓ ദർശനെ കാണാണ്ട് ഞാൻ എങ്ങനെ. അയ്യോ നീ മുതുക്ക ഇല്ല ഒരു സുഖമില്ല എനിക്ക്.
സുഖമുണ്ട്. എന്തിനാ ബഹളം? സുഖമുണ്ട്. ചന്ദ്രനിക്ക് വന്നേ. ഈ ദർശനെ കണ്ടു. ആ അതെ. ആ സിസ്റ്റേഴ്സില് ചന്ദ്രൻ കൊണ്ടുപോയ സിസ്റ്റർ പാച്ചു ആണെന്നുള്ളത്. ആ, ആ വ്യൂ ഇങ്ങോട്ടൊന്ന് വിളിക്കുന്നു അളിയാ അളെ ഒരു മിനിറ്റ് പോരാ. ഹലോ ചേട്ടാ ആ സിസ്റ്ററെ, എവിടെയുണ്ട്? ഞാൻ മുതുക്കിലുണ്ട്. പറ സിസ്റ്ററെ. ഫ്രീ ആണോ? ഫ്രീയാണ്. അടുത്ത ആരെങ്കിലൊക്കെ ഉണ്ട്? അടുത്തല്ല, അല്ല ആരൊക്കെ ഉണ്ട്? അടുത്ത് എന്റെ ഗ്യാങ്ങിലെ അനിയന്മാരാണുള്ള. വില്ലുമോന്, രായൻ, ഏബില്. ആണല്ലേ. ആ വില്ലുമോന്റെ കുട്ടിയാണോ പാച്ചൂസ്? വില്ലുമോന്റെ കുട്ടിയാണോ പാച്ചു? പാച്ചൂസ് വില്ലുമോന്റെ കുട്ടി. അതെ. ആ കുട്ടി ഇവിടെ TDM-ന്റെ അവിടെ വിഷമിച്ചിരിക്കുന്നുണ്ട് കേട്ടാ. ആണോ? ഇത് സിസ്റ്റർ എങ്ങനെയുണ്ട്? TDM പോയപ്പോ ആണോ? ഓ സിസ്റ്റർ TDM-ലൊക്കെ പോവും. ആ പിന്നെ സെൽഫ് ഡിഫൻസ് ഒക്കെ വേണ്ടേ? ആഹാ, ഓക്കെ ഓക്കെ. ഓ സെൽഫ് എന്താ പറഞ്ഞേ? സെൽഫ് ഡിഫൻസിന് അതിലൊക്കെ വന്ന് എന്തേലൊക്കെ ചെയ്താ എന്തേലും വേണ്ടേ? ആ അത് ആണോ? സെയിം ഡയലോഗ് ഞാൻ ഒരാളുടെ വായിന്ന് കേട്ടായിരുന്നു ഇപ്പൊ ഇച്ചിരി നേരത്തെ. ആര്? അല്ല, പാച്ചൂസ് കുറച്ച് നേരത്തെ ഇപ്പൊ വലിയൊരു പറയുന്നത് സെൽഫ് ഡിഫൻസ് എന്ന്. അതാ പറഞ്ഞ ആ കുട്ടിയും എന്നോട്. സെൽഫ് ഡിഫൻസ്, രണ്ടും സെൽഫ് ഡിഫൻസ് നിൽക്കണോ? പിള്ളേർക്കൊക്കെ അത് വേണമല്ലോ ചേട്ടാ. വേണം. പിള്ളേരല്ലേ. വേണം. പിന്നെ അതില്ലാതെ ഒരു പരിപാടി നടക്കത്തില്ല. സത്യം. ആ ചേട്ടൻ എവിടെ മുതുക്കല്ലേ? ഞാൻ മുതുക്ക. ചേട്ടനൊന്ന് ചേട്ടനോട് പറയണം കേട്ടോ, കുട്ടി വിഷമിച്ചിരിപ്പുണ്ടെന്ന്. ആണോ? സിസ്റ്റർ 5 പറഞ്ഞ പറയട്ടെ. ആരോ പറഞ്ഞു, വേണ്ടപ്പെട്ടവരോട് പറഞ്ഞാൽ. ആ ശരി പറഞ്ഞേക്കാവേ. കൊച്ചിന്റെ അടുത്താണോ ഇങ്ങനെ പറയുന്ന എടാ കണ്ണാപ്പി? എന്ത് പിന്നെ വാടകയ്ക്ക് ഞാൻ എന്ത് പറയണം? സ്വന്തം തന്നിരുന്നാ ചന്ദ്രു, ഞാനൊരു കാര്യം, ചന്ദ്രു മലയാളി, അലീന മലയാളി, അവിടെ തമിഴ്. ഇതെന്ത് അമ്മ തമിഴിലാ പറഞ്ഞ ശീലിച്ചത്. നീ എന്റെ അമ്പത്തൂരിന്റെ മോൻ, ഇവ അമ്പത്തൂരിന്റെ മോൻ. ആവശ്യം പറഞ്ഞോണ്ടല്ല എന്റെ മോനാ കേട്ടാ. നീലമൂടി അമ്പത്തൂരിനെ. അലീനെ, എടാ പറ. ഞാൻ നിന്നെ കൊല്ലണം, നീ സ്വയം ആത്മഹത്യ ചെയ്യോ? മര്യാദക്ക് മുതുക്ക്. അർജന്റ് ഒന്നില്ല. അർജന്റ് എന്താ അർജന്റ്? ഇവിടെ തിരിച്ചാടി മുതുക്കിലോട്. റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആക്കി സമാധാനമായല്ലോ അല്ലേ? എന്ത് റിലേഷൻ? ആര് ബ്രേക്കപ്പ് ആക്കി? എന്തായി പറയുന്നേ? പാച്ചു എന്നുള്ള ചന്ദ്രൻ അറിയത്തില്ല. ആരാ പാച്ചു? നിന്റെ അച്ഛനാ പാച്ചു? പാച്ചൂസാ? ഇപ്പൊ പിന്നെ ആരാ വിളിച്ചത്? എന്നെ വിളിച്ചത് പാച്ചൂസ്. ചന്ദ്രൻ ഒരു കാര്യം പറയട്ടെ. ആ അലീന എന്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു. എനിക്ക് സംശയം ഉണ്ടാവില്ല. എന്ത്? പിന്നെ പറ, എന്നിട്ട് ഞാൻ ബാക്കി പറയാം. പറ അലീന പറ, ബാക്കി ഞാൻ കണ്ടിന്യൂ. പറ. അന്ന് തട്ടിക്കൊണ്ട് പോയതില് ചന്ദ്രൻ മാറ്റി നിർത്തി. ചന്ദ്രന് ഇഷ്ടം തോന്നിയ കൊച്ചു പാച്ചൂസ് ആയിരുന്നു. ആർക്കിഷ്ടം? നീ അപരാധം പറയണോ? എനിക്ക് ആരുടെ ഇഷ്ടം തോന്നി നീ പറയുന്നത്? നിന്നെ തന്തേർത്താ? സിസ്റ്റർ ഫൈവ് എന്ന് പറഞ്ഞ് കൊണ്ടുപോയില്ലേ മണ്ടയില്? അത് പാച്ചൂസ് ആയിരുന്നു. നിനക്ക് എന്നറിയാ? ചന്ദ്രന്റെ കയ്യിൽ നിന്ന് പൈസ അടിച്ചു മാറ്റാനുള്ള അവള് പ്ലാൻ ആയിരുന്നു. കള്ളി ലോകഭൂഹ കള്ളിയാണ്. ആര്? നിന്റെ ഗേൾഫ്രണ്ടാ? അതെ, അവളുടെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു? എനിക്ക് ആരും അറിഞ്ഞൂടാ. കൊറേ പറഞ്ഞിട്ട് ആരൊക്കെ വന്ന് ഈശ, അതിഥി, അങ്ങനത്തെ ഒരു കൂട്ടങ്ങളൊക്കെ ആയിരിക്കും. ഒരു കൂട്ടം ആൾക്കാർ രായനെ തട്ടിക്കൊണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ. അവൾക്ക് എന്തെങ്കിലും കള്ളത്തിലുണ്ടായിരുന്നെങ്കിൽ അവൾ എന്നെ വിളിച്ചിട്ട് അവരുടെ കൂട്ടത്തിൽ വരാൻ പറയൂ. ഇല്ല, ആ സൈഡ് ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതിപ്പോ അലീന പറഞ്ഞില്ല കണ്ടിന്യൂ ആവുന്ന കഴിച്ച്. എനിക്ക് ഡൗട്ടുണ്ട്. അതൊരു ഹണി ട്രാപ്പ് ആണ്. അവള് വേഷം മാറി വന്ന് ചന്ദ്രന്റെ കയ്യിലുള്ള പൈസ. വീഴത്തില്ല. ചന്ദ്ര
സാരി ചുറ്റി വെച്ചിട്ട് ചന്ദ്ര അതിന്റെ പുറകെ പോവും. I know that. No way. ഞാനൊരു പെണ്ണ് കാണാൻ ദർശനം പ്രപ്പോസ് ചെയ്തിട്ടുള്ളൂ. ഞാനങ്ങനെ പറഞ്ഞില്ലേ? ചിന്നമ്മ തൈല് പറഞ്ഞൊരു മോളുടെ വാത്സല്യത്തിലാ പറഞ്ഞത്. പിന്നെ അയ്യാ ഇഷ്ടപ്പെടാൻ പറ്റിയ ഒരു ചളുക്ക് നിക്കുന്നുണ്ടാ. എനിക്ക് ഇത് അറിഞ്ഞിട്ട് എനിക്ക് പറയാതിരിക്കാൻ പറ്റിയില്ല. സോറി. എന്ത് ഹണി ട്രാപ്പാന്ന് വില്ലുവിനെ പറയുമല്ലേ? ഞാൻ ഒന്ന് സിസ്റ്റർ ഫൈവിന്റെ നമ്പർ ഉണ്ടോ നോക്കട്ടെ, എന്നാ വിളിച്ചു നോക്കാം. നമ്പർ തപ്പി നോക്കട്ടെ. കിടക്കുന്നു. മാറിപ്പോയി സംസാരിക്കുന്നില്ല. ഇവിടെ സംസാരിച്ചാ പോരെ? ഏ ഇവിടെ സംസാരിച്ചാ പോരെ? ആ ആ സ്പീക്കർ ഇട്ടെ. ഇങ്ങോട്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഞാൻ വിളിച്ചു തരാലോ. അതെ ഇത് ഞാൻ പോയി സ്പെഷ്യലായിട്ട് കണ്ടുപിടിക്കുന്നതായിരിക്കും നല്ലത്. ചന്ദ്രവിടക്ക് അവളിങ്ങോട്ട് വരുന്നുണ്ട്. അവളാണ് ചോദിക്കാം. ആണോ? ഞാൻ ആരെങ്ങോട്ട് വരുന്നാരാ? പാച്ചു. ആ പാച്ചുനുള്ളി. എന്നാ പാച്ചു സിസ്റ്റർ ഫൈവ് ഒന്നാണെങ്കിൽ അറിയണല്ലോ. ഇന്ന് അറിയണല്ലോ എനിക്ക്. രണ്ടുപേർക്ക് ഒരേ സൗണ്ട് ആണെന്ന് നമുക്ക് തിരിച്ചറിയണല്ലോ. എങ്ങനെ രണ്ടുപേരും ഒരേ സൗണ്ട് ഈ ആയി? സംസാര ശൈലി രണ്ടുപേരുടെയും ഏകദേശം ഒരുപോലെ സംസാര ശൈലിയായിട്ട് എനിക്ക് തോന്നി. അവള് വരട്ടെ. പക്ഷെ ഒരുപോലെ എല്ലാവരുടെ സൗണ്ട് സിറ്റിയിൽ ഒരുപോലെയൊക്കെ അല്ലേ ഇരിക്കുന്നേ? എന്റെ സൗണ്ട് എനിക്ക് മാത്രമല്ല. അല്ലടാ എന്നാലും ചില പെമ്പിള്ളേരുടെ സൗണ്ട് ഓൾമോസ്റ്റ് ഒരുപോലെയൊക്കെ ആയിരിക്കില്ലേ ഫോണിലൊക്കെ സൗണ്ട് ഒക്കെ. ജോലിക്കേ ഉള്ളൂ. എന്റെ സൗണ്ട് എനിക്കേ ഉള്ളൂ. ഓ ഇപ്പൊ നിന്റെ ഒന്നുമില്ല. നാളെ என்றுം നം അത് പാച്ചാണെങ്കിൽ അല്ല എന്ത് ചെയ്യാനാ? ഒന്നും പറഞ്ഞ വഴക്ക് പറയും. നല്ല വഴക്ക് കൊടുക്കും. പറയണേ രണ്ട് പറയണ അവളെ. അല്ല വഴക്ക് പറയാനേ പറ്റത്തുള്ളൂടാ. അല്ലാതെ നമ്മൾ തമ്മിൽ എന്താണ്? അല്ല അല്ലീന പശുവിനെ കൊണ്ട് തീറ്റിപ്പിക്ക. എനിക്ക് തലവേദന എടുക്കണം. ഞാൻ ഹോസ്പിറ്റലിൽ പെട്ടിട്ടെ. വേണ്ട 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 വേണ്ട. ആര് പോണു? വേണ്ട അല്ല വേണ്ട. രണ്ടിലൊന്നും അറിയണേ. കുഴഞ്ഞൂടാലോ. പഴയലോട്ട് പോണ്ട വരും പോക്കാണെങ്കിൽ. പഴയതിലോട്ട് എങ്ങനെയാണ് പോണ ഉദ്ദേശിക്കുന്നത്? ചന്ദ്രു ആരോഗ്യ ചന്ദ്രു പണ്ട് ഞാൻ വലത്ത് പാച്ചസ് നീ എത്ര വർഷമാടാ? 2 വർഷം. ചന്ദ്രന്റെ മോൻ ഇനി കടൽക്കൊക്കായിട്ട് അറിയപ്പെടും കേട്ടോ. കടൽക്കൊക്കായിട്ട് കരയിലോട്ട് കയറുന്നിരിക്കുന്നത് കാണണമല്ലോ. എന്തിനാണ് അവനെ ഉപദ്രവിക്കുന്നത്? ബാനൊക്കെ അങ്ങ് മേടിക്കും. നീ വാങ്ങും. ഇല്ല അത് ചൈൽഡിനെ കൊള്ളുന്നുള്ള POV വേണം. മനസ്സിലായോ? അല്ല ഞാൻ കുഴപ്പമില്ലടാ. ഞാൻ എടുത്തിട്ട് റിപ്പോർട്ട് ചെയ്യൂടാ. നീ റിപ്പോർട്ട് ചന്ദ്ര ഏ വിളിച്ചേ വരാൻ പറഞ്ഞേ. നമ്പർ നോക്കി ഇപ്പൊ കിട്ടിയുള്ളൂ. ആ നമ്പറിന് ഉറപ്പില്ല. പക്ഷെ ഒരു ഇന്ത്യയിൽ ഉള്ള നമ്പർ വിളിച്ച ബിസി. നമ്പർ പറ. 520. ചന്ദ്രു ഞാൻ ഒരു കാര്യം പറയട്ടെ. ചന്ദ്രു ഫൈൻ്റെ നമ്പർ ഇടുന്നല്ലോ പറഞ്ഞേ. അല്ല അതാണ് പറഞ്ഞ. ആ നമ്പർ എന്റെ ഇല്ല. അലീന പറഞ്ഞ അലീനയുടെ ഉണ്ട്. അല്ല അതാണ് എന്റെ കൺഫേം ഉണ്ട്. അത് തപ്പി വെക്കാന്ന് പറഞ്ഞ. സിസ്റ്റർ ഫൈലുള്ള നമ്പർ പറ. അലീന നമ്പർ പറയടി. ഇതെന്താ ഇത്? ഹലോ കലിപ്പന്റെ കാന്താരി എത്തി. കലിപ്പന്റെ കാന്താരി കഷ്ടം തന്നെ. വില്ലുമോനെ കഷ്ടം തന്നെ. ഹലോ ഓ ഇത് ഫുൾ ഗേൾസ് ആയിട്ട് വിളിക്കണ്ട. വില്ലുമോനെ വിളിക്കണ്ട. അലീനെ അലിപ്പര് കിട്ടി കിട്ടില്. നീ കൂട്ടാ അലീന എന്തൊക്കെ ചോദിക്കാൻ അല്ല പാച്ചു അതെ സിസ്റ്റർ 5 പാച്ചു ഉണ്ടായിരുന്നു.
നമ്മള് രണ്ട് നമ്പറും കൂടി ചെക്ക് ചെയ്തപ്പോ നിന്റെ നമ്പർ ആണെന്ന് തെളിഞ്ഞു. ചേച്ചി ഇവിടെ വേറെ മാച്ചുള്ളൂ, ചേച്ചിക്ക് അറിയോ അത്? ഇല്ല ഇല്ലേ? എടി നമ്പർ ഒന്നാണ്, രണ്ടുപേർ സിസ്റ്റർ ഫൈക്ക് പാച്ചിന് ഒരേ നമ്പറാണ്. അപ്പൊ എന്താ ഇവിടെ പ്രശ്നം? എന്താ പ്രശ്നം ഇവിടെ? അല്ല പറ, ഞാൻ പറഞ്ഞതിന് ഉത്തരം എന്താ? എടാ, സിം ഒക്കെ fake ആയിട്ട് എടുക്കാം. സിം ഒക്കെ ഫേക്ക് ആക്കി എടുക്കാൻ പറ്റൂല. ഞാൻ പറഞ്ഞതിന് മറുപടി പറ. സിസ്റ്റർ ഫൈക്കും നിനക്കും ഒരേ നമ്പർ. ഇപ്പൊ പറയണം, അല്ലെങ്കിൽ ഇവിടെ ചോരക്കളി ആയിരിക്കും. ചോരക്കളി ചന്ദ്ര ചോരക്കളിക്കുന്ന കുറച്ചോരെ എനിക്കറിയാം ഇവിടുത്തെ ഹോസ്പിറ്റലിൽ കൊടുക്കാനാ. നീ പൊടി. ചന്ദ്ര ഏ ആ സിസ്റ്റർ ഫൈൻ നമ്പർ ഇല്ലേ വിളിച്ചേ? ആ നമ്പർ നോക്കട്ടെ. ഫോൺ എടുത്ത് എയർപ്ലെയിൻ മോഡ് ഇട്ട് ഞാൻ നോക്കിക്കോ. യൂസർ ബിസി കാണിക്കുന്നത്. അപ്പൊ എയർപ്ലെയിൻ വേണ്ട, നീ അത് ഓഫ് ചെയ്യ്. വെയിറ്റ് ഒരു മിനിറ്റ് നിക്ക. വെയിറ്റ് ഇവിടെ ബ്രദർ ഹലോ, എന്താ? എന്ത് താങ്ങാപ്പെട്ട കൊച്ചല്ലേ? ചന്ദ്രൻ വിളിച്ചില്ല. ഞാൻ വിളിച്ചത് ചന്ദ്രൻ വിളിക്കും. അല്ല ചന്ദ്രൻ നമ്പർ പറഞ്ഞ സിസ്റ്റർ നമ്പർ 520. അല്ല നിക്ക് ഒരു മിനിറ്റ്. 520-277-328 അല്ലേ? ആടാ ആ ഇതാര നമ്പരാ? നിനക്ക് സിസ്റ്റർ പരിചയണ്ടാ? ഇവളാണ് അതാ സിസ്റ്റർ. ഇതാ നീലമുടി ഇട്ട ഹെൽമെറ്റ്. അലീനെ നീയായിരുന്നാ? ചന്ദ്രുവിനെ ഹണി ട്രാപ്പ് ചെയ്യായിരുന്നു ഇത്ര. അല്ല നീലമുടി ഇവള് ആ. ഇവളാണ് ഇവൾ. എടി, ഒരേ നമ്പർ. ഞാൻ ഒരു കാര്യം പറയട്ടെ, സത്യം പറഞ്ഞ ഒരു ജീവിത പ്രശ്നമാണ് നീ പക്ഷെ നീ ഫ്ലേർട്ട് ചെയ്യാനല്ലെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. ബിക്കോസ് നിങ്ങൾ എന്നെ അവിടെ വിളിക്കത്തില്ല. പിന്നെ സത്യം. എന്തിനാണ്? ഇവളും ഇവളുടെ കൂട്ടുകാരി സ്കാമേഴ്സ്. അല്ല നമ്മള് കുറച്ച് അല്ല സംസാരിക്കും. മോനെ ഇങ്ങ് വാ. അളിയാ, പാച്ചുവിന്റെ നമ്പർ സിസ്റ്റർ ഫൈൻ നമ്പർ 1. അളിയാ, നീ എന്നെ ഈ വെള്ളത്തിൽ ചവിട്ടിലാക്കോ ഒന്ന്? അളിയാ, നീ ഇല്ലുവിന്റെ അയ്യേ അങ്ങനല്ല. അയ്യേ എനിക്ക് അങ്ങനൊന്നുമില്ല. സിസ്റ്റർ ഫൈൻ വേറെ മറ്റേ കാലമാളെ വിളിക്കുന്നത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരു മിനിറ്റ്. നിനക്കറിഞ്ഞൂടാ, പക്ഷെ അവക്കറിയാറല്ലേ. അപ്പൊ എന്തിനാ ചോദിച്ചത്? ചോന്ന് ചോദിക്കണ്ട. എന്തിനാ അവര് മാറ്റിയിരുന്നു ചോദിച്ചു. എന്തൊക്കെ പാവപ്പെണ്ണി ഏബലെ ചുമ്മാ അല്ല അലീന രായണ ചന്ദ്ര സിസ്റ്റർ ഫൈവും പാച്ചും ഒരേ ആള്. എനിക്കൊരു കാര്യം പറയാം. ഒന്നോ രണ്ടോ പറ മോളെ. മതി സിസ്റ്ററായിട്ട് അഭിനയിച്ചിട്ട് മതി. രായണ കൊണ്ടേയില്ല സിസ്റ്റർ കൂട്ടത്തിൽ സിസ്റ്റർ ഫൈവ്. അങ്ങനെ ഒരു ചാൻസില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ രായണ കണ്ടപ്പോ പറയണ കേക്ക്. ചന്ദ്രൻ പറഞ്ഞില്ല സിസ്റ്റർ ഫൈവിന്റെ നമ്പർ. ആ നമ്പർ സേവ് നമ്പറാണ് ഇവളുടെ. അതെ അത് കൈയോടെ പിടിച്ച് നമ്മൾ ഇല്ലടാ. നീ അഭിനയിച്ചതൊക്കെ സിസ്റ്റർ ആവുമ്പോ മതി. ഇപ്പൊ അഭിനയിക്കല്ല നീ. രണ്ടു കൊല്ലം ഞാൻ കൂടെ കൊണ്ടുനടന്നവനെ ഞാൻ വിശ്വസിച്ചല്ലേ രായണ്ണ അല്ല കൂടെ ഒരു 2 കൊല്ലം കൂടെ നടന്നില്ലേ? രായണ ഒരു കാര്യം ചോദിക്കേ. രായണന്റെ അടുത്ത് രായണന്റെ ഒരു ഗേൾഫ്രണ്ട് പറയാ ഇവനൊന്ന് കൊണ്ടുപോ, ഇവനെ ഇവിടുന്ന് മാറ്റി നിർത്തും, എനിക്ക് വേറെ സ്ഥലത്ത് കേക്കോ. എനിക്കൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ബ്രദർ മോളാണ് കേട്ടാ. ഈ മര്യാദക്ക് സത്യം പറഞ്ഞു. ഞാൻ എന്തേലും സത്യം ഉണ്ടോ ഇല്ലേ? എനിക്ക് നമ്പർ ഹണി ട്രാപ്പ് ചെയ്ത് ഇവര് കൂട്ടത്തിൽ എല്ലാരും പൈസ വാങ്ങാൻ വേണ്ടിട്ടാണ്. ആ ചന്ദ്രന്റെ പിന്നെ ഉതുക്കണ മരടിക്കല്ലേ തന്നെ പൈസക്ക് വേണ്ടി പൈസ ഇല്ലടാ. ഇവരൊക്കെയാണ് പൈസക്കല്ലെന്ന് പറഞ്ഞപ്പോ നീയൊക്കെ റിയാക്ട് ചെയ്ത്. അപ്പൊ നീയൊക്കെ ഇവരാണ് രായണ്ണ. ഇവരാണ് ഇപ്പൊ പിടിച്ചില്ലേ, കൈയോടെ പിടിച്ചില്ലേ തലച്ചോറിനെ വരെ പൊതിച്ചോറ് വെച്ചവരാക്കിയാലോ ഇവരെ കൂട്ടത്തിലൊക്കെ. അതെ കടലിലോട്ട് ഒരാള് പോകുന്നുണ്ടോ? ഹലോ കടലിലോട്ട്. ചേട്ടനെ പോലെയല്ല ചന്ദ്രു. ചന്ദ്രുവിനെ പറ്റിക്കോ? ഇല്ല എനിക്കറിയില്ല അത്.
കടലിലോട്ട് ആരെങ്കിലും പോകുന്നുണ്ടായിരുന്നോ? ഏ പാച്ചുസേ, ഞാൻ പുതിയൊരു ഷോർട്ട് ഫിലിം ഒരു സെക്കൻഡ്. സുഖം തന്നെ സുഖം. അവള് മെസ്സേജ് അയച്ചിട്ട് പോടാ അലീന. ചന്ദ്രൻ ഞാൻ ആയിട്ട് ചന്ദ്രന്റെ ലൈഫ് കളയില്ല. ഞാൻ ഫ്രീഡം ഇല്ലാതെ അലിയ അലിയ നീങ്ങോട്ടെ. മറ്റേ അലീന അലീന മെസ്സേജ് അലീന മെസ്സേജ് ഞാനായിട്ട് ചന്ദ്രന്റെ ലൈഫ് കളയില്ല, ഞാൻ ഫ്രീഡം ഇല്ലാതാക്കില്ല ബൈ എന്ന് കൊണ്ട് മെസ്സേജ് ഇട്ട് പോയടാ. കടലിൽ ചാടി ചത്ര അവള്. അല്ലെ കടലിലോട്ട് പോകുന്നതാണ് കണ്ടത് അവസാനമായിട്ട്. ഇങ്ങോട്ട് പോയി അറിഞ്ഞൂടാ. അതേ പോന്നു. അതെ അതല്ലേ ആ വണ്ടിയിടാ വണ്ടിയിടാ. ഈ കണ്ട പെമ്പിളരൊക്കെ നിന്റെ ആട്ടി ചാടാൻ പോണ വല്ലതും വരുമ്പോ. അയാളെ ചതിച്ചില്ലേ അവര്? അണ്ണനായിട്ട് നിന്നിട്ട് ചതിച്ചില്ലേ അവനെ? ചന്ദ്രനില്ല പോയി കള്ളി. നീയാണ് ചതിച്ചില്ലേ? ഇതാരാ? ഇഷ ഇവിടെ സിംഗിൾ ആണോ? സിംഗിൾ ആണോ? എവിടെ ഇഷ? ആ പുൽച്ചാടി മരുന്റെ ആണോ? നിന്നെ തന്റെ സർവറല്ലേ സേഫ് സർവർ കട്ടോണ്ട് പോയെ? എടാ നീ ബാന് വായിക്കാൻ വേണ്ടി നമ്മുടെ ഗ്യാങ് കയറി ഒരുത്തനാടാ. നീ എന്തെങ്കിലും ചെയ്യടാ. എടാ ആ നരന്റെ മോൾ അങ്ങോട്ട് പോയി. അവിടെ മെസ്സേജ് ഇട്ട് ഓടിയത് ഞാൻ. കട്ടിയാണ്. അമ്മച്ചി എന്തെങ്കിലും തെറ്റിദ്ധരിക്കും ഇതൊക്കെ. സിമ്പിൾ ആയിട്ട് ഒരു കാര്യം ചോദിക്കാം. ചന്ദ്രൻ പോയതോടെ ഞാൻ പോയെങ്കിൽ എന്തൊക്കെയായിരുന്നു പറഞ്ഞുണ്ടാക്കിയനെ? ഞാനിപ്പോ ഈ ചെറിയൊരു ഡ്രസ് ഇട്ടതിന് തന്നെ ചന്ദ്രൻ എന്തൊക്കെയാ സിസ്റ്റർ 5 പാച്ചൂസ് ആണെന്ന് ഉറപ്പായി. എന്നിട്ട് ഡിഫറൻറ്റ് നിൽക്കുവാണ്. ഞാൻ കണ്ടോണ്ടിരുന്ന കേട്ടോ, ഞാൻ കണ്ടോണ്ടിരുന്നു. എനിക്ക് അറിഞ്ഞൂടല്ലോ ഇതൊക്കെ ആയിരുന്നു. എനിക്കറിഞ്ഞു സിസ്റ്റർ 5 അല്ല. ഞാനൊരു കാര്യം പറയട്ടെ, സിസ്റ്റർ 5 എന്ന് പറഞ്ഞ ആളായിട്ട് എനിക്ക് വലിയ കണക്ഷൻ ഇല്ല. അന്ന് അവിടെ വന്നതിന് ശേഷം പിന്നെ ഞങ്ങള് ഞാൻ പറഞ്ഞ് എന്തിനാ ഇങ്ങനെ വെറുതെ അലീനെ അടുത്ത് ഓരോ കള്ളങ്ങൾ പറഞ്ഞു കൊടുത്ത് ഇതാക്കണേന്നുള്ള രീതിയിൽ ചോദിച്ചാ കുറച്ച് വഴക്കുണ്ടാക്കിയായിരുന്നു. ചന്ദ്ര അവൻ പോലും പറയുന്നുണ്ട് ഇത് ഹണി ട്രാപ്പ് ആണെന്ന്. പിന്നെ എന്തിനാണ് ചന്ദ്ര ഇത് നിന്ന് കൊടുക്കുന്നത്? ആരും തേടി എന്നെ ഹണി ട്രാപ്പ് ചെയ്ത് ഞാൻ ഹണി അല്ല ഹണി കൊണ്ടുവന്നിട്ട് ട്രാപ്പ് ആക്കും. എന്തിന് ഹണി മാത്രമേ ഉള്ളൂ, കാശില്ല. അല്ല ഐ മീൻ എന്റെ കയ്യില് കാശില്ലല്ലോ, പിന്നെ അവരെങ്ങനെ തന്നെ ഇതാക്കും. ഞാൻ ഇതൊരു ചന്ദ്രൻ നല്ലതിന് വേണ്ടിയേ ചെയ്തിട്ടുള്ളൂ. ചന്ദ്രൻ ആ ഫ്രീഡം ഇല്ലാന്നുണ്ടെങ്കിൽ ചന്ദ്രൻ ഓക്കെ, എനിക്ക് കുഴപ്പമില്ല. ഞാൻ നോക്കിക്കൊള്ളാം. ചതി തരം കിട്ടിയപ്പോ എന്നെ വഞ്ചിക്കാൻ നോക്കുന്നല്ലടാ പട്ടി എന്റെ കൂടെ എന്നിട്ട്. എടാ ഞാൻ ഇപ്പൊ വരാവേ. ഇതിലോ തീരുമാനം ഉണ്ടാക്കട്ടെ ഇനി വരത്തുള്ളൂ. ഇങ്ങോട്ടെ ഇങ്ങോട്ടെ പെട്ടെന്ന് തീരുമാനം ഉണ്ടാക്കട്ടാ, അല്ലെങ്കിൽ എല്ലാം കയ്യിൽ നിന്ന് പോകും. അതിന്റെ വണ്ടി ഇടുക. നീ ഏതോ പുതിയ പെണ്ണെന്ന് വിചാരിച്ചു, മനസ്സിലായി? പക്ഷെ അവക്കറിയായിരുന്നല്ലടാ നിന്നെ ചന്ദ്രനാണ്. അളിയാ അത് ചോദിച്ചു പറ്റേ, ഞാൻ അതാണ് കൺഫേം ചെയ്തിട്ട്. ഈ ബൈക്ക് എനിക്ക് പോണാണോ?
ചെയ്യണ്ടേ നിനക്ക് എല്ലാം വില്ലുമോനെ എടാ വല്യമാനാടാ അയ്യേ, എന്താ ഇത് നിങ്ങള് എന്താ ഇടിക്കണ ഇവളെ ഇവള് ഇത് പറഞ്ഞോണ്ടിരിക്കണേ ചന്തി ഇവള് പറയാ 2 കൊല്ലം കൂടെ നടന്നോണ്ട് ഇവ എന്തൊക്കെയാ പറഞ്ഞു ഞാൻ സംസാരിച്ചിരുന്നു പാച്ചൂസ് ഒന്ന് കയറിയാണ് ഒന്ന് വണ്ടി കയറിയാണ് ഒന്ന് വണ്ടി കയറിയ പാച്ചൂസ് ഒന്ന് വണ്ടി കയറിയ ഒന്ന് വണ്ടി കയറി ആ ഡഞ്ചാറാണ് ആ ചന്ദ്രു ഇപ്പോരാ ചന്ദ്രന്റെ കൂടെയാ ഒരു മിനിറ്റ് ചിലപ്പോ മരിക്കുക എവിടെ പോയി അവള് എവിടെ പോണോന്ന് സ്റ്റാർട്ടിന്റെ കൂടെ എവിടെ അവളെവിടെ നീലെ കാര്യം പറഞ്ഞോ ഞാൻ എടാ കൂടെ വന്നതിന് അവളെന്ത് അവളാണ് കൂടെ എന്റെ കൂടെ വന്നാ ഇല്ല വെള്ളത്തിൽ വീണ് വെള്ളത്തിൽ എന്താ പോയി ഇല്ല അല്ല ചന്ദൂരി ആ നീ നിന്റെ അടുത്ത് പറഞ്ഞില്ല അവള് ഇവനൊന്ന് മാറ്റണം ഇവിടെ റോബറിക്ക് കൊണ്ട് കൂടെ പോകണം ആണോ അങ്ങനെ പറഞ്ഞാ അപ്പൊ നിനക്ക് ഉറപ്പാണല്ലോ ഇതേ സിസ്റ്റർ 5 എന്ന് ആ നമ്പർ ഒരേ നമ്പറാണ് ഒരേ നമ്പർ അതാണ് ഒരേ നമ്പർ പോരാ ചന്ദൂരിനെ ഹാൻഡ് ട്രാപ്പ് ചെയ്തല്ലേ ഞാൻ ഇപ്പൊ സാറേ മുകളിലോട്ട് വലിച്ചോ താഴെ സാറ് മുകളിലോട്ട് വലിച്ചോ താഴെ താഴെ ഓക്കെയല്ലേ ആ സാറേ പോട്ടെ പോട്ടെ താങ്ക് യു സാർ സന്ധ്യ ഒന്നുകൂടെ വിളിച്ചേ അതെ ഞാനൊരു കാര്യം തെളിവായിട്ട് ചോദിക്കാം ഈ നമ്പർ അല്ല ഞാൻ കണ്ണ് നോക്കിയത് ചുവപ്പുണ്ടോന്ന് ആ സിസ്റ്റർ ഫാന് ചുവന്ന കണ്ടായിരുന്നു ആ അതായത് എനിക്കൊന്നും അറിയില്ല ചന്ദ്രു ഞാൻ ചന്ദ്രുവിനെ അന്വേഷിച്ച് എത്ര വർഷമായി കുറച്ചായി ചന്ദ്രുവിനെ ഇങ്ങനെ സംശയിക്കുമ്പോ ചന്ദ്രുവിന് ഒരു ഇത് തോന്നത്തില്ല നമ്മൾ ചെയ്യാത്ത കുറ്റം ചെയ്യുമ്പോ ഒരു വിഷമം തോന്നത്തില്ലേ ആ തോന്നും അതാണ് ഞാൻ ഇത്രയും കൊല്ലം എന്നെ സ്നൈപ്പും അവരൊക്കെ എന്തോരം പറഞ്ഞു അവൻ ഏതൊക്കെയോ ലോഡ്ജിന്ന് പിടിച്ചെന്നൊക്കെ എന്നിട്ട് ഞാൻ ഒന്നും അവനെ പറഞ്ഞിട്ടില്ല എനിക്ക് ഞാൻ വിശ്വസിച്ച പോലും ഇല്ല എന്നിട്ട് അവൻ വഴിയെ പോണവരോടൊക്കെ പറയുമ്പോ വിശ്വസിക്കുന്നു പച്ചൂസിന്റെ ഫോൺ ഉണ്ടാ ഫോണുണ്ട് ഒന്നെടുത്തേ റാംബോ ബ്രോ താങ്ക് യു ഫോർ ദ 5 സബ്സ്ക്രിപ്ഷൻ വിത്ത് എ ലോട്ട് താങ്ക് യു സോ മച്ച് 047 ഒന്ന് വിളിച്ചേ ചാർജ് ചെയ്തില്ല റീചാർജ് ചെയ്തില്ല കോൾ അങ്ങോട്ട് പോവില്ല അങ്ങോട്ട് പോവില്ലേ റീചാർജ് ചെയ്ത് തരണോ ഞാൻ റീചാർജ് തരാം അല്ല കുഴപ്പമില്ല ഞാനിത് കഴിഞ്ഞിട്ട് റീചാർജ് ചെയ്തോളാം അല്ല ഞാൻ അങ്ങോട്ട് ചോദിക്കാം ശരിക്കും സിസ്റ്റർ 5 ആണോ ഇത് എനിക്ക് സംസാരത്തിൽ എപ്പോഴും തോന്നിയിട്ടുണ്ട് പിന്നെ സംസാരം എല്ലാരും ഒരുപോലെ ആ വില്ലുമോന്റെ എന്താ പറയുക എന്റെ ഫ്രണ്ട് അനിയത്തി സിസ്റ്റർ സ്നൈപ്പ് എന്റെ ബ്രദറാണ് അപ്പൊ സ്നൈപ്പിന്റെ കുട്ടി ലൈറ ആരാ ലൈറ എന്റെ സിസ്റ്റർ അപ്പൊ ഇങ്ങനെ 1 2 3 4 കൊറേ സിസ്റ്റർ
അപ്പൊ 5 മാർക്കാവും. അങ്ങനെയൊക്കെ സിസ്റ്റർ 5 എന്താ ചന്ദ്രന് സിസ്റ്റർ 5 ആക്കാൻ പറ്റില്ല തന്നെ. പറ്റുമോ ഇല്ലയോ? അത് കറക്റ്റാ. സിസ്റ്റർ അങ്ങനെ 5 ആയില്ലല്ല, 2 അല്ലേ ഉള്ളൂ. 1 ലൈല, 2 നോബിയുടെ ഗേൾഫ്രണ്ട് ഡെയ്സി, 3 സ്റ്റീവിന്റേത്. അല്ല അത് മനസ്സിലായി, പക്ഷെ എന്നെ ഒരു സിസ്റ്റർ 5 ഇങ്ങനെ വിളിക്കാറുണ്ടേ. അറിയില്ലല്ലോ. എന്നെ ഒരു സിസ്റ്റർ 5 ഇങ്ങനെ വിളിക്കാറുണ്ട്, എന്നെ ചെറുതായിട്ടൊക്കെ എൻ്റെ അടുത്തൊക്കെ സംസാരിക്കാറൊക്കെ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക്. അതെനിക്കറിയില്ല. ആ സിസ്റ്റർ ഈ സിസ്റ്റർ ആണോ? അല്ല, അപ്പൊ അത് പാച്ചൂസ് അല്ല, അതല്ലല്ലോ, അത് പാച്ചൂസ് ആണോന്നാ ഞാൻ ചോദിച്ചേ. അല്ലല്ല, അതെനിക്കറിയില്ല. ഞാൻ ചന്ദ്രന്റെ വില്ലുമോന്റെ ഗേൾഫ്രണ്ട് ആ സിസ്റ്ററാ. ഇപ്പല്ലേ വിളിക്കുന്ന, ആദ്യമായിട്ടല്ലേ വിളിക്കുന്ന ഇപ്പൊ? അതെ. വിളിച്ചിട്ടുണ്ടോ? ഇല്ല എന്നെ, പക്ഷെ നമ്പർ ഒരേ നമ്പറാണെന്നല്ല പറയണേ. ചന്ദ്രു ഒരു പാറ്റുണ്ട് ചന്ദ്രു, അതായിരിക്കും. എനിക്ക് അറിയൂല ചന്ദ്രു, ഞാൻ ഇങ്ങനൊന്നും ചെയ്യൂല ചന്ദ്രു. ചന്ദ്രുവിനൊക്കെ ഞാൻ ഇങ്ങനെ തട്ടിക്കൊണ്ടുള്ള ആവശ്യമുണ്ടോ? ആണീ ട്രാപ്പ് എന്നൊക്കെ പറയുന്നവൻ വിഷമം വരും. അപ്പൊ അല്ല, ഉറപ്പാണ്, ഉറപ്പിക്ക, കൺഫേം അല്ലേ? ഞാനല്ല, ആ ചന്ദ്രുവും കൂടെ എന്നെ സംശയിച്ചു. അല്ല നമ്പര് ഇപ്പൊ എന്നെ വിളിക്കുന്ന സിസ്റ്റർ 5 നമ്പര് ഈ സെക്കൻഡ്. ഹലോ ആ ഇല്ല, പറഞ്ഞ സിസ്റ്ററിന്റെ സംസാരിക്കുക. നീ എന്റെ ബ്രദറല്ലടാ അമ്മ. അപ്പൊ നിന്റെ ഗേൾഫ്രണ്ട് എന്റെ സിസ്റ്റർ അല്ലേ? സിസ്റ്റർ ആണോ അല്ലേ? സിസ്റ്റർ ആണോ അല്ലയോ? അല്ലേ എടാ, നീ എന്റെ ബ്രദർ അല്ലേ? അപ്പൊ നിന്റെ ഗേൾഫ്രണ്ട് എന്റെ സിസ്റ്റർ അല്ലേടാ? അതാണ് നീയൊക്കെ എന്തൊക്കെ പറയുന്ന. ഞാൻ അങ്ങോട്ട് വരാം. ചന്ദ്രൻ എനിക്ക് ഇപ്പൊ കാണാം. ചന്ദ്രു അവള് പറയുന്നത് വിശ്വസിക്കില്ലേ? ചന്ദ്രു അവളെ കൂടെ പോയിട്ട് ഞാൻ നീന്ത വേറെ രീതി കാണണടാ. ഞാൻ നീന്ത ഇങ്ങനെ ചന്ദ്രൻ ഇപ്പൊ മനസ്സിലില്ലേ? അവരെന്നെ ആ ഡേറ്റ് അവിടെ തന്നെ പറഞ്ഞു തരും. ഞാൻ അങ്ങോട്ട് ചന്ദ്രു അവിടെ നമ്മള് പൈസക്ക് വേണ്ടിട്ടല്ല എന്ന് പറഞ്ഞു ഡേറ്റ് പറഞ്ഞു കേട്ടില്ലേ? പ്ലാൻ ചെയ്താണ്. അപ്പൊ ഉറപ്പല്ലേ? ഉറപ്പല്ലേ? ഇല്ല ഞാൻ ഇല്ല. അയ്യോ സോറി കുരുട്ടെ. നിനക്ക് ഫ്രണ്ടല്ലേ ഇവിടെ വില്ലുമന്തി? ഹലോ വില്ലു. ഹലോ ഹലോ. കണ്ടു. എല്ലാം സംസാരിച്ച് റെഡി ആക്കിയിട്ടുണ്ട്. ഈ കുട്ടികളോടാ നമ്പർ ഇങ്ങനെ ഒരുപോലെ വന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇതല്ല ചന്ദ്രു. നിന്റെ നമ്പർ പറഞ്ഞേ. എടാ അതായത് എന്നെ ചന്ദ്രു സിസ്റ്റർ എന്റെ നമ്പർ പറഞ്ഞു. സബ് മിസ് ചെയ്താ ഞാൻ? സബ് മിസ് ചെയ്താ? റാബബ്രോന്റെ 5 സബ്സ്ക്രിപ്ഷൻ അത് ഞാൻ വായിച്ചു. ഹലോ എന്റെ അടുത്ത് പറഞ്ഞ നമ്പർ. എടി നീ നിക്ക്. ചന്ദ്രു ആ നമ്പർ ഒന്ന് പറഞ്ഞു. അതന്നെ നീ പറഞ്ഞ നീ നമ്പർ സെയിം നമ്പർ തന്നെ. 383 അതന്നെ നമ്പർ ഇവളുടെ നമ്പറാ. ചന്ദ്രു നമുക്ക് ഈ സ്പാം കോൾ ഒക്കെ വരൂലേ ഇങ്ങനെ നമ്പറൊക്കെ മാറി അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഈ ബ്ലോക്ക് ചെയ്താണെങ്കിലോ? അല്ല വെയിറ്റ് ഒരു മിനിറ്റ് വെയിറ്റ്. ഞാൻ ഇവളൊന്നും ബ്ലോക്ക് ചെയ്തില്ല. നീ എന്നെ എന്ത് വിളിച്ചേ? വിളിക്ക് നീ എന്നെ. എന്താണ് കാണിക്കുന്നത്? കോള് ബ്ലോക്കാണ്. ഓ കോള് വെയിറ്റ് ചെയ്യാം. ചന്ദ്രനെ ബ്ലോക്ക് ചെയ്യാം. ചന്ദ്രൻ തന്നെ അതും പറഞ്ഞിട്ടേ ഈ സിസ്റ്റർ 5 ഞാനൊരു ബന്ധമൊന്നും ഇല്ല നീ വിചാരിക്കുന്ന കണക്ക്. ബന്ധമല്ല ചന്ദ്രീബൾ കമ്മിറ്റഡ് ആ ഓൾറെഡി. ഒരു എന്തോ അത് എന്റെ പേരാ. ഇവളെ ചന്ദ്ര അല്ല പറയണ കേക്ക് മിണ്ടല്ലടി. ഇവളെ എന്റെ അടുത്ത് കുറച്ചേരം ഇവള് ഒരു ഇന്റർവ്യൂ പറഞ്ഞില്ലേ? എന്റെ അടുത്ത് ആ ഇന്റർവ്യൂവിന് വരുമോ? മിണ്ടല്ല ഒരു കാര്യം പറയല്ലേ? ഐഡന്റിറ്റി മാറ്റാം. ഞാൻ പറഞ്ഞു എന്റെ ഐഡന്റിറ്റി ഇതാ. ഞാൻ ഡ്രസ്സും ഇത് മുടിയൊന്നും മാറുന്നില്ല പറഞ്ഞു.
ഇവള് പേര് മാറ്റാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു അപ്പൊ ഇവള് പറഞ്ഞു വില്ലന്റെ പേരാണ് പറഞ്ഞു. ഞാൻ ചന്ദ്രു പറഞ്ഞോ ഇല്ലേ പറഞ്ഞോ ഇല്ലേ ആ ഒരു സെക്കൻഡ് വെയിറ്റ്. നീ ഒരാളെ നീ ചന്ദ്രനത് കിഴങ്ങനാന്ന് വിചാരിക്കുന്നുണ്ടോടി നിനക്ക് ഇത്ര നേരം വില്ലോനെ സോറി അങ്ങനെയല്ല തോന്നുന്നുണ്ടോടി ചന്ദ്രനെ കണ്ടിട്ട് അങ്ങനെ ചന്ദ്രു ഏ ചന്ദ്രും കൂടെ എന്നെ സംശയിക്കല്ലേ എടാ ഞാൻ പറയട്ടെ, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളെ പറഞ്ഞു തീർക്ക്. സിസ്റ്റർ 5 ഞാനായിട്ട് ജസ്റ്റ് ഒരു ഫ്രണ്ട്സ് എന്നുള്ള അത് ഞാൻ ആ കുട്ടിയെ കാണുമ്പോൾ എന്തായാലും സംസാരിച്ചോളാം. നിങ്ങൾ ഇത് എനിക്ക് ഇനി കടന്നപ്പോ എടാ മരത്തലയാ ചന്ദ്രുവിനെ പറ്റിക്കാണ് ഞാൻ ഇപ്പൊ കൂടെ നിന്ന് ഇത്ര നേരം പറഞ്ഞവരൊക്കെ ആരായി? അതാണ് പറഞ്ഞത്. എടാ എവിടെന്ന് പറയാ അവളുടെ ഫോണിൽ വിളിച്ചു. അപ്പൊ എന്നെ ഞാൻ വിളിച്ച് കിട്ടാത്തേ ചന്ദ്രു ബ്ലോക്ക് ചെയ്തൊക്കെ ആയിരിക്കും. അത് ഇപ്പൊ ഇവിടെ എന്നെ വിളിച്ചപ്പോ അതെ എന്നെ വിളിച്ചേ എന്നെ വിളിക്കാതെ നീ റീചാർജ് കൊടുത്തേടാ ബാജൂസ് എന്നെ വിളിക്കട്ടെ. അപ്പൊ എന്റെ ഫോണിൽ മനസ്സിലാവുമല്ലോ. ഇവിടെ റീചാർജിങ്ങിന്റെ ഓപ്ഷൻ ഒന്നും ഇല്ല. ഇവിടെ റീചാർജിന്റെ ഓപ്ഷൻ ഇല്ല. അല്ല പാച്ചൂസ് ഞാൻ പാച്ചൂസ് വിളി നീ 471 വിളി. ചന്ദ്രന്റെ ഫോണിലോട്ട് വിളി. 471 നമ്പർ ഉണ്ട് ചന്ദ്രന്റെ. ഞാൻ വിളിച്ചല്ലോ കുറച്ച് മുന്നേ. നമ്പർ അതന്നെ ചന്ദ്രു. ഇതാണ് ചന്ദ്രു സൂപ്പർ. ഞാൻ പറഞ്ഞു തലച്ചോറ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും പറയുന്നത് പൊതിച്ചോറ് വെച്ച അവസ്ഥ. വിളിക്കട്ടെ? എടുക്ക്. എന്നിട്ട് ഹലോ ചന്ദ്രു ആരാ വിളിച്ചേ? ഇപ്പൊ ചന്ദ്രുന്റെ ഫോണിൽ ആര് വിളിച്ചു? സേവ്ഡ് നമ്പർ ആണോ? ചന്ദ്രുന്റെ കയ്യിൽ എന്തായിരുന്നു? മിണ്ടല്ലേ വെയിറ്റ് ചെയ്. ചന്ദ്രു പറ. സിസ്റ്റർ 5 ആണല്ലേ? സിസ്റ്റർ 5 നിന്റെ ആര്? സിസ്റ്റർ നിന്റെ ആര് തൂക്കി ഇപ്പൊ ഈ വഴി ഓടി കടലോട്ട് പോയി ചാടി. ഇപ്പൊ പറഞ്ഞ മനസ്സിലായില്ലേ? ഞാൻ ഇത്ര നേരം പറഞ്ഞ ഹണി ട്രാപ്പ് ഇല്ല. ഇവളും മറ്റേ ഗേൾസും കൂടി പ്ലാൻ ചെയ്ത് ചന്ദ്രന് പൈസ തട്ടിയെടുക്കാൻ വേണ്ടി. ഹണിയാണെങ്കിൽ പിന്നെ ഒക്കെയാണ്. അതന്നെയാണ് ഇതിപ്പോ നിങ്ങളെ സംസാരിക്കുന്ന കോംപ്രമൈസ് ചെയ്യും എന്താണെന്ന്. ഹലോ ഇതാരാ? വേറെ ഒന്നേ ലൈറ ഫ്രണ്ട് അല്ലേ നമ്മുടെ സിസ്റ്റർ 5ന്റെ? ആണല്ലേടി സിസ്റ്റർ 5ന്റെ ഫ്രണ്ട് ആണല്ലേ? അപ്പൊ നീ ഒന്ന് വന്നായിരുന്നല്ലേ എന്നെ തട്ടിക്കൊണ്ടുപോയെ അല്ലേ?